അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസരങ്ങൾ നമ്മൾ കാത്തിരുന്നാൽ നമ്മളെ തേടി വരില്ല. പകരം ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നമ്മളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉപേക്ഷിക്കാതിരിക്കുക. നമ്മൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് അതിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തി എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രോബ്ലംസ് നമ്മൾ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. പക്ഷേ അവരൊക്കെ ആ പ്രോബ്ലംസിന് മുകളിൽ അവർക്ക് ചിരിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രസന്റ് ലൈഫ് വളരെ മനോഹരമായി കൊണ്ടുപോകാനും കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണിൽ അവരുടെ സങ്കടങ്ങളും കണ്ണീരും ഒന്നും കാണാൻ പറ്റാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ തളർന്നു പോകാതിരിക്കുക. കാരണം നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കിട്ടുന്ന ചലഞ്ചസ് നമുക്ക് ജീവിതത്തിൽ നമ്മളെ വളരെയധികം ബോൾഡ് ആക്കുന്നതിന് അല്ലെങ്കിൽ ഏതൊരു ഇതുപോലുള്ള സിറ്റുവേഷൻസ് വന്നാൽ അത് ഫേസ് ചെയ്യുന്നതിന് നമുക്കൊരു മെച്യൂരിറ്റി ഉണ്ടാക്കി തരും എന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയാലും നമ്മളെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കുക. എനിക്ക് കഴിയില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. എന്ത് സങ്കടങ്ങളായാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളായാലും നമ്മളെപ്പോഴും അതിൽ എനിക്ക് പ്രോബ്ലംസ് മാത്രമാണ് എന്ന് എപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മൈൻഡ് പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവും. പക്ഷെ അതേസമയം അതിന് എന്താണ് ഒരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഈ സങ്കടങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് കടക്കാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോംവഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് ചുറ്റും അവസരങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്ത് നമ്മളത് പറയുന്നത് സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല. നമ്മളാണ് ഓരോ സാധ്യതകളെ പോലും ഓപ്പർച്യൂണിറ്റീസാക്കി മാറ്റാൻ പഠിക്കേണ്ടത്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വിജയിച്ച ആൾക്കാരെല്ലാം സ്വയം ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധ്യതകളെ പോലും ക്രിയേറ്റ് ചെയ്ത് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റിയ ആൾക്കാരാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലെങ്കിൽ ദീപിക പദുക്കോൺ ഇതുപോലുള്ള വളരെ പോപ്പുലറായ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്തതാണ്. അപ്പോൾ അന്ന് അവർ ആ പരാജയം സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇവരുടെ പേരുകളൊന്നും ഇപ്പോൾ കേൾക്കില്ലായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു റിയാലിറ്റി. അപ്പോൾ എന്ത് വന്നാലും ഇനി നമുക്ക് മുമ്പോട്ട് തന്നെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ അതിന് ജീവിത വിജയം നേടിയ ആൾക്കാരോട് അതിന് നിരന്തരം അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനെപ്പറ്റി അവരോട് സംസാരിക്കുക, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, ജീവിതത്തിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തളരാതിരിക്കുക, നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ട ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ വഴിയിൽ മുമ്പോട്ട് തന്നെ പോവുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.